ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദ ചെന്ന് വിനായകനോട് പറയുകയാണ്, നന്ദിനി ഏട്ടത്തി അവിടെ മുറിയെല്ലാം കഴുകി വൃത്തിയാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ വിനായക പേടിച്ച് നിൽക്കുകയാണ്, ഈശ്വര ഇനി ഇത് പണിയാവുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ എന്നിട്ട് പറയുകയാണ്, നന്ദിനി ഏട്ടത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചില്ല, എനിക്ക് വേറെ പലതും ഇവിടെ എല്ലാവരോടും പറയേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വിനായകൻ പേടിച്ച് നന്ദിനിയെ കൊണ്ട് അവിടെ വിക്രമിൻ്റെ റൂമെല്ലാം കഴുകാനായിട്ട് പറയുകയാണ്. പക്ഷേ നന്ദിനി ഒരു വിധത്തിലോ സമ്മതിക്കുന്നില്ല, എനിക്ക് മനസ്സില്ല എന്ന് എന്നെ തീർത്ത് പറയുകയാണ്. അങ്ങനെ ദേഷ്യം വന്ന് വിനായകൻ ചെകിടത്ത് ഒറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ പേടിച്ച് നിന്ന് നന്ദിനി അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേദയും വിക്രമും വിശ്വം ശ്രീജയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ വിനായകൻ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ല, ഇനി നിങ്ങൾ ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ എന്നിട്ട് കതവ് അടയ്ക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ വിനായകൻ അതിന് സമ്മതിച്ചില്ല, കതവ് തള്ളി തുറക്കുകയാണ്. അപ്പോൾ നീ എന്നോട് ക്ഷമിക്കടി, എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, ഞാൻ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിന്നെ അന്ന് അപ്പം അടിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല, ഞാൻ വേറൊരു മൊണ്ണയും കിഴങ്ങനും ഒക്കെ ആയിപ്പോവില്ലേ, അത് കരുതിയാണ് ഞാൻ നിന്നെ അടിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വേദം എന്താണ് നിങ്ങളെ മാറ്റി നിർത്തി സംസാരിച്ചത്? അപ്പോൾ വിനായകനൊന്ന് പരിഭ്രമിക്കുകയാണ്, ഇവളുടെ സത്യം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് വിനായകൻ ആലോചിച്ചിട്ട് പറയുകയാണ്, അവൾ എന്നെ ഒരു മൊണ്ണയെന്നും കിഴങ്ങനെന്നാണ് വിളിച്ചത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയും, അവൾ അങ്ങനെ വിളിച്ചു, എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ഞാൻ ഇത് ചെന്ന് ചോദിച്ചിട്ട് അവളെ ചെകിടുന്ന് ഞാൻ പുകയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വിനായകൻ പിടിച്ചു നിർത്തുക, നീ ഇനി പ്രശ്നത്തിനൊന്നും പോയില്ലെങ്കിൽ നീ പോ, എല്ലാവരും നാട്ടുകാരൊക്കെ അറിയട്ടെ നിൻ്റെ ഭർത്താവ് ഒരു കിഴങ്ങനും പോങ്ങനും ആണെന്നൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിനി ഒന്ന് സമാധാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീജ വിളിക്കുകയാണ്, വിനായക ഒന്ന് ഇങ്ങോട്ട് വരാമോ, ഇവിടെ വേണ്ട ഈ കട്ടിലൊക്കെ പിടിച്ചിടണം എന്ന് പറയണ, ഞാൻ ദാ വരുന്നു ശ്രീജ ഏട്ടത്തി എന്ന് പറഞ്ഞു, നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ല, ഞാൻ പോട്ടെ എന്ന് നന്ദിനിയോട് ചോദിക്കാം. എനിക്ക് പിണക്കമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കുമെന്ന് പറയണം. എന്നിട്ട് നന്ദിനി ഇരുന്ന് ആലോചിക്കുകയാണ്, എന്തായാലും ഇങ്ങേരി പറഞ്ഞത് ശരിയല്ല, ഇങ്ങേരി പറഞ്ഞ കാര്യം സത്യമല്ല എന്നെനിക്ക് മനസ്സിലായി, വേറെ എന്തോ ഉണ്ട്, അത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിനായകൻ വിശ്വനെ സഹായിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് കട്ടിലൊക്കെ പിടിച്ചിടുകയാണ്. എന്നിട്ട് വിനായകൻ പറയുകയാണ്, നന്ദിനി നീ കണ്ടോ നിൻ്റെ വിനായകൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനി ശ്രീജയുടെ വന്ന് പറയുകയാണ്, ശ്രീജയുടെ എന്തോ പ്രശ്നം ഇവിടെ കളിക്കുന്നുണ്ട്, അപ്പോൾ ഇതിലെല്ലാത്തിനും കാരണം വേദയാണ്, വേദയ്ക്ക് അറിയാവുന്ന എന്തോ സത്യങ്ങളുണ്ട്, അത് വിശ്വേട്ടനും അച്ഛനും വിനായേട്ടനും ഒക്കെ അറിയാം, പക്ഷേ നമ്മൾ ചിലർക്ക് അറിയില്ല, അത് വെച്ചാണ് വേദ ഇതെല്ലാം മുതലെടുക്കുന്നതെന്ന് പറയുകയാണ്. എന്ത് പ്രശ്നമാണ് നീ പറയും, എങ്കിൽ എന്നെ വിശ്വേട്ട പറയുമായിരുന്നല്ലോ എന്ന് ശ്രീജ പറയുകയാണ്. എങ്കിൽ വിശ്വേട്ട അറിഞ്ഞു കാണില്ല, എന്തോ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും, ഒരു സംഭവമില്ല, നിനക്ക് തോന്നുന്നതാണ്, സന്തോഷമായിട്ടൊരു പോകുന്നൊരു കുടുംബത്തിൽ ഇനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കല്ലേ നന്ദിനി എന്ന് പറയുകയാണ്. ഞാൻ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല ശ്രീജേട്ടത്തി, എന്തോ ഒരു ദുരൂഹതയുണ്ട്, എന്തോ ഒരു സംഭവം വേദയ്ക്ക് അറിയാം, അത് വെച്ചാണ് അവൾ ഈ ബെല്ലത്തിൽ എല്ലാവരും കയ്യിലെടുക്കുന്നത്, ഇല്ലെങ്കിൽ ചായപ്പ് നന്നാക്കണ്ടെന്ന് പറഞ്ഞില്ല അച്ഛൻ എത്ര പെട്ടെന്നാണ് മനം മാറിയത്, എന്തുകൊണ്ട് നന്ദിനി ശ്രീജേട്ടത്തി എന്നൊക്കെ നന്ദിനി പറയുകയാണ്. അപ്പോൾ നീ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി, എങ്കിൽ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, ഈ രീതിയിൽ തന്നെ ഒന്ന് സമാധാനമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീജ അകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് വിക്രമും വേദയും കൂടെ ക്ഷേത്ര ദർശനമെല്ലാം നടത്തുകയാണ്. എന്നിട്ട് വിക്രമിന് കുറിയെല്ലാം തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വേദ പറയുകയാണ്, വിക്രം നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറയുകയാണ്, നമ്മൾ അമ്പലത്തിൽ പോയാൽ കുറച്ച് നേരം ഇരിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്, നമുക്കൊന്ന് ഇരുന്നാലോ. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്, അതിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, ആത്മീയമായ ചില കാരണങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പറ്റിയെല്ലാം വിക്രമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേദ. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് വിക്രം പറയുകയാണ്, ഓ ഞാൻ വിചാരിച്ചു ഈ ഭഗവാന്റെ കൂടെയുള്ള ഭൂതഗണങ്ങളെല്ലാം നമ്മുടെ ദേഹത്ത് കയറുമായിരിക്കും, അപ്പോൾ അത് പുറത്തിറങ്ങാനായിരിക്കും നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പോകുന്നതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് വിക്രം ചിരിക്കുകയാണ്. അപ്പോൾ വേദയും ഇരുന്ന് ചിരിക്കുകയാണ്. വേദ വിക്രമിനോട് ചോദിക്കുകയാണ്, വിക്രം നമ്മുടെ വീട് ഇങ്ങനെ പോയാൽ മതിയോ, ആ പഴയ കളിയും ചിരിയൊക്കെ പിന്നും വരണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ അച്ഛനും മോനൊക്കെ എന്ത് സ്നേഹമായിരുന്നു, ഒരു കൂട്ടുകാരെ പോലെ അല്ലായിരുന്നു, ശ്രീജേട്ടത്തി എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എന്ത് ഫീലിങ്സ് ആയിരുന്നു എന്നറിയാമോ. അതേ വേദ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു, പക്ഷേ എല്ലാം പെട്ടെന്നാണ് മാറി മറിഞ്ഞതെന്നൊക്കെ വിക്രം പറയുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഏത് ഉത്സവത്തിന് പോയാലും ഞാൻ അച്ഛൻ്റെ ഒപ്പം കാണുമായിരുന്നു, ഞാൻ സത്യം പറഞ്ഞ ഉത്സവം കാണാനല്ല കേട്ടോ പോണത്, മസാല ദോശ കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം, അപ്പോൾ അച്ഛൻ വാങ്ങിത്തരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ചമ്മന്തിയിൽ ദോശ മുക്കി കഴിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ ഞാൻ ദോശയിൽ ചമ്മന്തി മുക്കി കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരം കാണാനായിട്ട് ഒരിക്കൽ എന്നെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അന്നൊരു വലിയ സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്നും വിക്രം പറയണം. അപ്പോൾ
വേദ ചോദിക്കണം അതെന്താണ്. അപ്പോൾ വിക്രം കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ഞാൻ അകന്ന് പോവുകയാണ് ഉണ്ടായത്. എനിക്ക് ആകെപ്പാടി വിഷമമായി. ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ ആണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അവിടെ വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ ആൾക്കാരുടെ ചവിട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ ഒരാൾ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. അത് ആരാണെന്ന് അറിയില്ല. എന്നിട്ട് അയാൾ എന്നെ മാറ്റി ഒരു ഷെഡിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ മോൻ വിഷമിക്കേണ്ടെന്ന്, മോനെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുകയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അയാൾ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന പിള്ളേരെ പിടിപ്പാണോ എന്നൊക്കെ ഞാൻ പേടിച്ച് അപ്പോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞ പോലെ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു. എന്നെ വൈകിട്ടിനകം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് വിക്രം. അങ്ങനെ പല ആപത്തിൽ എനിക്ക് രക്ഷകനായിട്ട് പലരും വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആപത്തിൽപ്പെട്ട് ആ കോവിൽ ഉത്സവത്തിൽ ഞാൻ എവിടെയും മൺമറഞ്ഞ് പോകാനുള്ളതായിരുന്നു. പക്ഷേ എന്നെ അയാൾ രക്ഷിച്ച് എന്നെ അച്ഛനെ തന്നെ ഏൽപ്പിച്ചു. അതുപോലൊരു ദുർവിധി വീണ്ടും എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇനി ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്ന സമയത്ത് എന്നെ രക്ഷിച്ച ശ്രീനി സാറാണ്. ആ സാറിൻ്റെ ആയിട്ടുള്ള കടപ്പാട് എനിക്ക് മരിച്ചാലും ആയില്ല എന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ നീ ഇനി എത്ര ശ്രമിച്ചാലും വേദ ഞാൻ ശ്രീനി സാറുമായിട്ടുള്ള ബന്ധം അവസാനിക്കില്ല, അതെൻ്റെ മരണം വരെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കർണൻ്റെ കാര്യം ഓർത്തിട്ടില്ലേ? അപ്പോൾ കർണനെ സംരക്ഷിച്ച ദുര്യോധനല്ലേ? അപ്പോൾ ആ ദുര്യോധനുള്ള ബഹുമാനം എന്നും അദ്ദേഹം കാണിച്ചിട്ടില്ലേ എന്നൊക്കെ വേദയോട് ചോദിക്കുകയാണ്. പക്ഷേ വേദ തിരിച്ചാണ് പറയുന്നത്, ഇല്ല വിക്രം, ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല. വിക്രമിനെ ഞാൻ ശ്രീനി സാറിൽ നിന്ന് അടർത്തി മാറ്റുക തന്നെ ചെയ്യുമെന്ന് വേദ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വേദ എണീറ്റ് പോവുകയാണ്. ഇനി ഇവിടെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിനൊട്ടും ഒരു സന്തോഷമില്ല. കാരണം ശ്രീനി സാറിൽ നിന്ന് വേദ വിക്രമിനെ അകറ്റാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ല എന്ന് വേദയും പറയുകയാണ്. അപ്പോൾ വിക്രമിനോട് വേദ പറയുകയാണ്, വിക്രം എണീറ്റ് വാ, നമുക്ക് പോകാമെന്ന് പറയുന്നു. പക്ഷേ വളരെ വിഷമത്തോടു കൂടിയാണ് വിക്രം എണീറ്റ് പോകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്